Chettinad long chain starting from 399. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നത് ചെട്ടിനാടിൽ വരുന്ന ചെയിൻസ് ആണ്. ഈ ഒരു ചെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു ചെട്ടിനാട് ചെയിൻ ആണ് കേട്ടോ. കണ്ടോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ചെയിൻ വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡലൊന്നും ഇല്ലാത്ത ഒരു റെക്ടാംഗുലർ ഷേപ്പിലാണ് ഈ ഒരു ചെയിൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിന്റെ സ്റ്റോൺസ് വരുന്നത് കുന്ദൻ സ്റ്റോൺസ് ആണ്, റൂബി ആൻഡ് എമറാൾഡ് സ്റ്റോൺസ് ആണ്. വിത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെട്ടിനാട് ജുംക്ക നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ പ്രിറ്റി ആയിട്ടുള്ള ഒരു ചെയിൻ ആണ്. ഇതാണ് ഇപ്പൊ ആദ്യത്തെ ചെയിൻ വരുന്നത്. ഇതിന് നമുക്കൊരു റെക്ടാംഗുലർ ഷേപ്പാണ്. എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് റൗണ്ട് ഷേപ്പ് ഒക്കെയാണ് കണ്ടുവരുന്നത്. ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് എഗെയിൻ ഒരു സ്ക്വയർ ഷേപ്പില് വരുന്ന ഒരു ഇൻവിസിബിൾ ചെയിൻ ആണ്. നമുക്ക് ഒരുപാട് ഗോഡി ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഫംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ ഓണ സാരിക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വയർ ഷേപ്പില് വരുന്ന ഒരു ഇൻവിസിബിൾ ചെയിൻ ആണ്. യൂഷ്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇൻവിസിബിൾ ചെയിൻസ് കുറച്ച് ചോക്കർ ടൈപ്പ് അല്ലെങ്കിൽ ലെങ്ത് കുറഞ്ഞ നെക്ലസ് മോഡലിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ലെങ്ത് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ആയിട്ട് കിടക്കുന്ന ഒരു ഇൻവിസിബിൾ ചെയിൻ ആണ്. ഇതിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വരുന്നത്. വിത്ത് ഒരു ഇയറിംഗും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു എമറാൾഡിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീഡഡ് ചെയിൻ ആണ്. അതിന്റെ കൂടെ തന്നെ നല്ല കാർവ് ചെയ്തെടുത്ത ഒരു ഐഡിയൽ വരുന്ന ഒരു ലോക്കറ്റ് ആണ്. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ഇത് നമുക്ക് നമ്മുടെ ക്രീം സാരിക്ക്, കേരള സാരിക്കൊക്കെ നന്നായിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെയർ ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗും അതിന്റെ കൂടെ അവൈലബിൾ ആണ്. ചെറിയൊരു ദേവി മോട്ടീഫ് വരുന്ന ഒരു എമറാൾഡ് ഡ്രോപ്പിംഗ്സും കൂടി ചേർന്നിട്ടാണ് വരുന്നത്. ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആണ്. ലൈറ്റർ വേണ്ട, കുറച്ച് ഡാർക്കർ ഷെയ്ഡ് അവൈലബിൾ ആക്കണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ചെയിൻ ആണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പൊ കഴുത്തൊക്കെ തടിയുള്ള ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. എപ്പം നമുക്ക് കഴുത്ത് കുറച്ച് തടിയുള്ള ആൾക്കാർക്ക് നെക്ലസ് അധികം സൂട്ട് ആവില്ല എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി വരുന്നത് നമുക്ക് എപ്പോഴും ബെസ്റ്റ് സെല്ലർ ആണ് കേട്ടോ. ഈ പേൾ ചെയിനില് ആന്റിക്കിൽ വരുന്ന ലോക്കറ്റ് അല്ലെങ്കിൽ ചെട്ടിനാട് ലോക്കറ്റ് വിത്ത് പേൾ ചെയിൻ വരുമ്പോൾ വളരെ ഒരു പ്രിറ്റിയാണ്. നമ്മുടെ ഒരു കേരള സ്റ്റൈലിന് നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ്. അധികം ലോക്കറ്റിന് സൈസ് ഒന്നും വരുന്നില്ല. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു എമറാൾഡ് സ്റ്റോൺ ആണ് അതിന്റെ കൂടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഇയറിംഗും അതിന് അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് വരുന്നത്. ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു എമറാൾഡ് സ്റ്റോൺ ആണ്. ഇനി അടുത്തത് അതിന്റെ തന്നെ റൂബി സ്റ്റോണും അവൈലബിൾ ആണ്. സൈസിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു റൗണ്ട് ആണ്, മറ്റേത് ഒരു കുറച്ചും കൂടെ ഷേപ്പിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതും ഐഡലിൽ വെച്ചിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ്. റൂബി സ്റ്റോൺ, റൂബി കുന്ദൻ സ്റ്റോൺ ആണ് വരുന്നത്. ഇനി അടുത്തത് നോൺ ഹിന്ദുസിന് അല്ലെങ്കിൽ ഐഡൽ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിനാണ്. നേരത്തെ ചെയിൻ നമുക്ക് 1 ലെയർ ആയിരുന്നു. ഇതാകുമ്പോൾ നമുക്കൊരു 2 സ്മോളർ പേൾസ് വെച്ചിട്ടുള്ള ഒരു ചെയിൻ ആണ്. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു എമറാൾഡ് ഷെയ്ഡാണ് വരുന്നത്. അടിയിൽ ഗ്രീൻ കളർ തന്നെ ഒരു ബീഡ്സും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. റൂബി ഷെയ്ഡും അവൈലബിൾ ആണ്. 2 ലൈൻ പേൾ വിത്ത് റൂബി ചെയിൻ ആണ് വരുന്നത്. ഇതെല്ലാം അത്യാവശ്യം ലെങ്ത് കൂടിയിട്ടുള്ള ചെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ലെങ്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് നല്ല പ്രിറ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് വേണം, ഇനി ഒരുപാട് ഗോഡി ഒന്നും വേണ്ട എന്നുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ്. സിമ്പിൾ ഗോൾഡ് ത്രെഡിൽ വരുന്ന ഒരു ചെയിനും അതോട് കൂടിയിട്ട് നല്ലൊരു ട്രഡീഷണൽ ഒരു പതക്കം മോഡൽ ഒരു ലോക്കറ്റുമാണ് വരുന്നത്. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡിലാണ് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം എല്ലാം ഒരു ഈവൻ കേരള സാരീസ് ആണെങ്കിൽ കൂടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ്സിലും അതുപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സിലും ഒക്കെയാണ്. അപ്പൊ അതിന്റെ കൂടെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിനാണിത്. ഇതിന്റെ 2 ഷെയ്ഡ്സ് ആണ് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഒരു ലൈറ്റർ ബ്ലൂവും പിന്നെ അതുപോലെ തന്നെ ഒരു ലൈറ്റർ പിങ്ക്, ഒരു പേസ്റ്റൽ പിങ്ക് ആൻഡ് ബ്ലൂ ആണ്. ഡ്രസ്സിൽ തന്നെ
തന്നെ ലോങ്ങിൽ വരുന്നിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കും. ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഫോൾ ചെയ്യും. നമ്മളിപ്പോ ഇടുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയിൻ ഇവിടെ സെറ്റ് ആക്കിയതിന് ശേഷം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനങ്ങാതെ, അതായത് നീറ്റായിട്ട് കിടക്കും കേട്ടോ. ഇപ്പൊ കണ്ടോ, ഇപ്പൊ നീറ്റായി കിടക്കുന്നുണ്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡില് പേൾസ് ഇല്ല. നടുവിലത്തെ പോർഷൻ, അതായത് നമ്മുടെ സെന്റർ പോർഷനിലോട്ട് പേളിന്റെ ഹാങ്ങിങ്സും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ചെയിൻ വരുന്നത്. ഇതൊരു നല്ലൊരു പെപ്പെ പിങ്ക് അല്ലെങ്കിൽ ഫ്യൂസിയ പിങ്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലോട്ടസ് ആണ്. അതായത് നിങ്ങളിപ്പോ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കളറാണ്. അതിന്റെ കൂടെ തന്നെ ഇയറിംഗും അവൈലബിൾ ആണ്. ഇയറിംഗിന്റെ താഴെയായിട്ട് പേൾ ഹാങ്ങിങ്സ് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ ഒരു നല്ല കളറും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഒരു പുതിയ കളറാണ്, ഒരു വാടാർമല്ലി കളറാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഓണം സീസണിനൊക്കെ എപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു നമ്മുടെ സാരിയുടെ കരയൊക്കെ വരുന്ന ഒരു കളറാണ് ഈ വാടാർമല്ലി കളർ. അപ്പൊ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പൊ 2 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഷോർട്ട് ലെങ്ത്തിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ലോങ് ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു ലോട്ടസ് മോട്ടീവിൽ വന്നിട്ടുള്ള ഒരു പ്രിറ്റി ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കാണിച്ചിരിക്കുന്നത്. 10 ലോങ് ചെയിൻസ് ആണ്. ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ക്ലിക്ക്, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലുമായി കോൺടാക്ട് ചെയ്താൽ മതി. വിൽ ഗെറ്റ് ബാക്ക് ടു യു. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്.